ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഡേ 4 ആണ്. ഡേ 4 എന്താണ് മെയിൻ ആയിട്ട് നടന്നത് ബിഗ് ബോസ് വീട്ടില്, സീസൺ 7 വീട്ടില്? സോ ഒരു ക്വിക്ക് ഓവർവ്യൂ. പ്രൊമോലൊക്കെ കണ്ട പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് രാവിലെ തന്നെ അറൗണ്ട് 6:57 AM ഡേ 4 അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ശൈത്യ സ്ലീപ്പിംഗ് ആയിരുന്നു ബെഡിൽ കിടന്നിട്ട്. ആ റെഡ് മാർക്ക് ഇട്ട ആ ഒരു സ്പോട്ടിൽ കൊണ്ടുപോയി ആ ബെഡ് ആരെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ശൈത്യം ഡയറക്റ്റ് എലിമിനേറ്റ് ആവുമായിരുന്നു. ബട്ട് ആ പ്രോമോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു അത് ഉഡായിപ്പാണ്. ബിഗ് ബോസിന്റെ ആരും എലിമിനേറ്റ് ആയിട്ടില്ല, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശൈത്യ ആ ഒരു റെഡ് മാർക്ക് എത്തുനാട്ടി മുന്നേ തന്നെ വേക്കപ്പ് ചെയ്തായിരുന്നു. പിന്നെ 8:10 8:05 ആകുമ്പോൾ തന്നെ ഡാൻസ് തുടങ്ങി. നേരെ മൂവിയിൽ ശബരീഷ് പാടിയ പിസ്ത സോങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചു. പക്ക എനർജറ്റിക് ആയിരുന്നു. മോർണിംഗ് സ്റ്റാർട്ടഡ് വിത്ത് എൻ എനർജറ്റിക് ഡാൻസ് ബാങ്. അത് കഴിഞ്ഞ് പിന്നെയും ഇന്നലത്തെ ആ ഒരു ഓമനപ്പേര് എന്ന ഒരു കോണ്ടന്റ് വെച്ചിട്ട് രേണു കുറച്ചും കൂടിയും അതിൽ സെന്റിമെന്റൽ കാര്യങ്ങൾ നോക്കാനുള്ള ശ്രമം നടത്തി. ബട്ട് ഇറ്റ് വാസ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി. മൂപ്പരാൾ അത് ആ സെപ്റ്റിക് ടാങ്ക് ഓമനപ്പേര് അക്ബർ രേണുവിന് ഇട്ടത് അത് വളച്ചൊടിച്ചിട്ട് നേരെ എല്ലാം എന്താ പറയാ സ്ത്രീകളെ അപമാനിച്ചു. അതായത് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങളായിട്ടൊക്കെ വളച്ചൊടിക്കാനുള്ള ഒരു വലിയൊരു ശ്രമം തന്നെ രേണു സുരുതി ചെയ്തു. ബട്ട് ഇറ്റ് ഓൾ ഫെയിൽഡ്, വെരി ഫെയിൽഡായി. അത് ആ മിഷൻ ഫെയിലായി. വീട്ടുകാർ പറഞ്ഞു അത് രേണു സുധിക്ക് മാത്രം വേണ്ടിയിട്ടതാണ്, ആ കോണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അക്ബർ ആ ഒരു രീതിയിലാണ് ആ പേര് ടാഗ് വെച്ചത്, അല്ലാണ്ട് ഇറ്റ് ഡസൻ മീൻ ആ ഒരു വേറെ അർത്ഥത്തിലല്ല ആ ടാഗ് വന്നത്. ബട്ട് സ്റ്റിൽ അക്ബർ ആ പേര് വെച്ച് ഒരു ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ആ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് മോശമായും തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പോഴും. ബട്ട് സ്റ്റിൽ അത് രേണു സുധിക്കുള്ള ടാഗാണ്, നോട്ട് ഫോർ എനി അതർ വുമൻസ്. രേണു സുധി അത് വളച്ചൊടിക്കാൻ നോക്കി, ബട്ട് ഫെയിൽഡ്, കംപ്ലീറ്റ്ലി ഫെയിൽഡ്. പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്ക് ആണ്. ബാച്ചിന് വേണ്ടിയിട്ടുള്ള മോർണിംഗ് ടാസ്ക്. അതിൽ എന്താ പറയുക, മോർണിംഗ് ടാസ്കിന്റെ ബാച്ചിന് വേണ്ടിയിട്ട് 3 നോൺ ബാച്ച് പേഴ്സൺസ് വരും. അവരെ റീസൺ പറയണം എന്തിനാണ് ആ ബാച്ച് അവർ ഡിസേർവിങ് എന്നുള്ളത്. അപ്പൊ ആദ്യം വന്നത് എന്താ പറയാ, നെവിൻ, ജിസേൽ. രണ്ടാമത് വന്നത് ഷാരിക, ആദില, നൂറ. മൂന്നാമത് വന്നത് എന്താണ്, ആര്യൻ ആൻഡ് ഒനിയൽ. ഇതില് വിന്നർ ആയത് ആര്യൻ, ആദിറ, നൂറ ആൻഡ് നെവിൻ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീക്ക്ലി ടാസ്ക്, പണിപ്പൂര ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ട്. ഇന്നലെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു. അതിൽ ഗോൾഡ് കിട്ടിയത് അക്ബറിനായിരുന്നു, ഷാനവാസിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തെ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആൾക്കാർ ആ പോഡിയത്തിൽ കൈ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ മാക്സിമം കോയിൻ കളക്ട് ചെയ്യുക. സോ അങ്ങനെ എന്താണ്, രേണു, ജിസേൽ, ബിന്നി, അതേപോലെ ഷാനവാസ്, അനീഷ്, ആബി, പിന്നെ അക്ബർ, ആര്യൻ, ഇവരെല്ലാരും കൂടിയിട്ട് ആണ് കോയിൻ കളക്ട് ചെയ്യാൻ പോയത്. 3 സെഗ്മെന്റ് ആയിട്ടായിരുന്നു. സോ ഫസ്റ്റ് വന്നത് അക്ബർ, സെക്കൻഡ് വന്നത് അബി. ഫസ്റ്റ് വന്ന ആൾക്കാർക്ക് 2 കോയിനിൽ ഒന്ന് സെലക്ട് ചെയ്യാം, ഗോൾഡ് അല്ലെങ്കിൽ ഡെസ്റ്റിനി കോയിൻ. ഡെസ്റ്റിനി കോയിൻ ക്യാൻ ബി എനി പവർ, എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ബിഗ് ബോസിൻ്റെതാണ്. സോ ആ ഡെസ്റ്റിനി കോയിൻ സെലക്ട് ചെയ്തത് അക്ബറാണ്. ഗോൾഡ് കോയിൻ അക്ബർ കൊടുത്തത് അബിക്കാണ്. സോ എന്ത് ഡെസ്റ്റിനിയാണ് ബിഗ് ബോസ് അക്ബറിന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എന്താണ്, പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്നൊരു സംഭവത്തിൽ 4 പേര് പുറത്ത് കിടക്കുന്നുണ്ട് ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഒരു ബെഡില്. സോ അവിടെ ഒരു റെഡ് മാർക്ക് ഉണ്ട്. അതിൽ കൊണ്ടുപോയിട്ട് ഈ ബെഡ് അവിടെ കിടന്ന് ഉറങ്ങുന്ന ആൾ ആരാണ് അവിടെ വെക്കുന്നത്, അവർ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ആ 4 പേരിൽ നിന്ന് ഒരാളെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഡെസ്റ്റിനി ബിഗ് ബോസ് അക്ബറിന് കൊടുത്തത്, ആ കോയിൻ കിട്ടിയത് കൊണ്ട്. സോ അക്ബർ സ്വാപ്പ് ചെയ്തത് ഷാനവാസ്, മുൻഷി രഞ്ജിത്തുമായിട്ട്. പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മറ്റേ ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ആക്സസറീസും ഗാഡ്ജറ്റ്സും ക്രീംസും ഡ്രസ്സും ഒന്നും അവൈലബിൾ അല്ല. സോ സ്റ്റിൽ ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർ അതെന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വയലേഷൻ ഓഫ് റൂളാണ്. ജിസേൽ വാസ് കണ്ടിന്യൂസ്ലി അത് വയലേറ്റ് ഉണ്ടായിരുന്നു. ആ ബിഗ് ബോസിന്റെ കണ്ടിന്യൂസ് വാർണിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ റൂംമേറ്റ്സ് എന്താണ്, വേറെ കുറെ ആക്സസറീസും ഷൂസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഓൾ അഗെയിൻസ്റ്റ് ദ വയലേഷൻസ്.
അതൊക്കെ തിരിച്ച് സ്റ്റോറിൽ തന്നെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. സോ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രം അവരവരുടെ സ്ഥാനത്തിനോട്ട് ആക്സസ് ഉള്ളു. ബാക്കിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഉള്ള ഡ്രസ്സും ഉള്ള സാധനങ്ങളും മാത്രം ഇടാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നിനോടും ആക്സസ് ഇല്ല. അത് എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല. ബട്ട് എനിക്കത് വലിയൊരു സംഭവം ടാസ്ക്കായി തോന്നുന്നില്ല. ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് അവർക്ക് കൊടുക്കാം. ഇതിന്റെ ഒരു ചുമ്മാ ഒരു ടാസ്കിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മൂന്നാമത്തെ റൗണ്ട് എന്താണ് പണിപ്പെട്ടിത്തെ മൂന്നാമത്തെ റൗണ്ട് ആയിരുന്നു. 8 പ്ലേയേഴ്സ് ഒരു കോയിൻ ഉണ്ടാവും, മറ്റേ എന്താണ് ഫോയിലിൽ കോയിനുകൾ ഉണ്ടാവും. അത് ഏറ്റവും മാക്സിമം കളക്ട് ചെയ്യുന്നതിൽ അവസാനം ഫൈനൽ ഈ 3 റൗണ്ടിലും ഫൈനൽ ഇതിൽ വന്നത് അക്ബറാണ് വിന്നറായത്. സെക്കൻഡ് വന്നത് ആര്യന് 36ഉം അക്ബറിന് 37 പോയിന്റ്സ്. സോ അതോടെ പണിപ്പെട്ടിയുടെ എല്ലാ 3 റൗണ്ട് ഓഫ് ഗെയിം ടാസ്കുകൾ അവസാനിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഗെയിം പ്ലാനുകൾ നടക്കുന്നുണ്ട്. അക്ബർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അക്ബറിന് നല്ലതായിട്ടുള്ള ഒരു വിഷൻ ആൻഡ് ഗെയിം പ്ലാൻ ഉണ്ട്. അപ്പാനി ശരത്തായിട്ടുണ്ട്, ആര്യനായിട്ട് എല്ലാ സ്ഥലത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അക്ബർ. ഷാനവാസിന്റെ ഒരു എന്താ പറയാ, ഷാനവാസ് ഇന്നലെ കിടന്ന സമയത്ത് മൂപ്പരാൾക്ക് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ആക്ടിങ് എന്നാണ് പറഞ്ഞത്. സോ അവരും ബിൻസി, ശൈത്യ, ജിസേലായിട്ടുള്ള ചെറിയൊരു കുത്തിത്തിരിപ്പ് അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗെയിം പ്ലാനുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗെയിം പ്ലാൻസ് ഈസ് നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര കുറച്ചും കൂടി ഈ സീസൺ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയി തോന്നുന്നുണ്ട് കമ്പയർഡ് ടു ലാസ്റ്റ് 2 സീസൺസ്. മെയിൻ ആയിട്ട് അക്ബർ ഉണ്ട്, അപ്പാനി ശരത്ത് ഉണ്ട്, ആര്യൻ ഉണ്ട്. പിന്നെ ലേഡീസിന്റെ ഇതിൽ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഇതുവരെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ റീൽസ് കാണുമ്പോൾ റീന ഫാത്തിമ അവരൊക്കെ പൊക്കി നടക്കുന്നുണ്ട്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ. ലേഡീസ് ഭാഗത്തുനിന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഐ തിങ്ക് ശൈത്യ, ബിൻസി അവരൊക്കെ കുറച്ചുകൂടി നന്നായി കോൺട്രിബ്യൂട്ട്, ഇവരൊക്കെ സൈലന്റ് ആയിരുന്നു, സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓവറോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നോക്കുമ്പോൾ രേണു സുധി വാസ് കംപ്ലീറ്റ്ലി സൈലന്റ്. ഇന്ന് ആ വീട്ടിലുണ്ടോ എന്ന് തന്നെ അറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് ആദില, നൂറ. ഇവർ രണ്ടുപേരായിട്ട് ഒറ്റ കോntestant-ആയി കളിക്കുമ്പോൾ ഇമ്പാക്ട് ഈസ് സീറോ ആണ് ഇമ്പാക്ട്. സോ അതേപോലെ തന്നെ ബാക്കിയുള്ള മെല്ലെ ആൾക്കാരൊക്കെ എന്താ പറയാ. പിന്നെ നെവിൻ നല്ല എന്റർടൈനർ ആണ്. നെവിൻ ഈസ് ട്രൈങ് ടു എന്റർടൈൻ ദ ഷോ. മൂപ്പറേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇറ്റ്സ് ഫണ്ണി ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് 2 ഡേയ്സിൽ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മെല്ലെ സ്പേസ് കണ്ടെത്തുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ആർ ഫ്യൂ മോർ പീപ്പിൾ ദാറ്റ് ഹാസ് ടു പ്ലേ ആൻഡ് എന്റർടൈൻ ദി പീപ്പിൾ ഓർ ദി ഓഡിയൻസ്. അതിലൊന്ന് രേണു സുധി, 2 ആദില നൂറ, പിന്നെ RJ എന്താണ് ശാരിക, RJ ഒക്കെ മൂപ്പറകളൊക്കെ കുറച്ചും കൂടി ചെറുതായിട്ട് ആക്റ്റീവായി വരുന്നുണ്ട്. പിന്നെ കലാഭവൻ ശാരിക ഒന്ന് സൈലന്റ് ആയിരുന്നു. ബിന്നി ഇന്ന് സൈലന്റ് ആയിരുന്നു. വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. അക്ബർ ഗെയിം മെനയുന്നുണ്ട്. വിൽ സി വാട്ട് വിൽ ഹാപ്പൻ ഇൻ കമ്മിങ് ഡേയ്സ്. Day 4 ആയിട്ടുള്ള ഇനിയും ഉണ്ട് 96 ഡേയ്സ്. വി സ്റ്റിൽ ഹാവ് എ ലോട്ട് ടു ഗോ. ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ലവ് ട്രാക്കിലൊന്നും ആരും വന്നിട്ടില്ല. വിൽ സി. എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ ഇറിറ്റേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അനീഷ് ഇന്നും ഇറിറ്റേറ്റിംഗ് തന്നെ ആയിരുന്നു. ബട്ട് കുറെ നേരം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ അനീഷ് ഈസ് വെരി ഇറിറ്റേറ്റിംഗ് ഇൻ ദിസ് ഷോ. ഐ ഹോപ്പ് ഹി ചേഞ്ചസ് എ സ്ട്രാറ്റജി സൂൺ. Day 5 ഓവർവ്യൂ ആയി വരുന്നവരേക്കും സി യു. ഗുഡ് നൈറ്റ്.